ഞാൻ മരിച്ചു പോണ സ്വപ്നം തന്നെ പിന്നെയും കണ്ടടി. നേരം വെളുക്കുമ്പോ ഇറങ്ങും ശ്മശാനം പറഞ്ഞിട്ട്. അപ്പൊ കൊറേ സ്വപ്നമൊക്കെ കാണും. എടി, ഒരു പൊതു കാര്യത്തിന്, പൊതുജനങ്ങൾക്ക് എല്ലാവർക്കും വേണ്ട ഒരു കാര്യത്തിന് ആരെങ്കിലും ഒരാൾ ഇറങ്ങിത്തിരിക്കണ്ടേ? ഈ നാട്ടിലൊരു ശ്മശാനത്തിന് പഞ്ചായത്തിൽ നിന്ന് കുറച്ച് ഫണ്ട് പാസ്സാവണം. അത് കുറെ ആൾക്കാർ കൂടിയിട്ട് അത് വേണ്ട, അവിടെ നടക്കില്ല എന്ന് പറഞ്ഞാൽ അത് ലാപ്സായി പോവും ആ ഫണ്ട്. പിന്നെ ഒന്നിനും ഉപയോഗിക്കാൻ പറ്റില്ല അത്. അപ്പൊ അങ്ങനെ ഒരു കാര്യം വന്നുകൊണ്ട് ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക് ഞാൻ അതിനിറങ്ങി. നിങ്ങൾ പ്രതിപക്ഷമാണെന്ന് വിചാരിക്കണം. നിങ്ങൾ വിചാരിച്ച ഒന്നും നടക്കൂല. ഇപ്പൊ അയ്യേ ശ്യാമള, നീ ഇങ്ങനെ ചിന്തിക്കരുതിട്ടാ. ഒരു നല്ല കാര്യത്തിന് വേണ്ടിട്ട് ഇറങ്ങുമ്പോ അത് പ്രതിപക്ഷമാണ്, ഭരണപക്ഷമാണ് ഇതൊക്കെ പറഞ്ഞിട്ടാണ് ഒരു കാര്യം നടത്തണേ. എന്തെങ്കിലുമൊക്കെ കാണിക്കും. മനുഷ്യന് ഉറക്കമില്ലാണ്ട് എന്താ മരിക്കാൻ പോവാ? ആരോടാ പറയണമെന്ന്? അപ്പൊ യോഗ നടപടികൾ ആരംഭിക്കാം. ആദ്യം ഈശ്വര പ്രാർത്ഥന. ഒരു മിനിറ്റ് മിണ്ടാതെ പ്രാർത്ഥിച്ചാ പോലെ. അഖിലാണ്ട് മണ്ഡല മണിച്ചൊരുക്കി അതിനുള്ളിൽ ആനന്ദ ദീപം കൊളുത്തി പരമാണു പൊരുളിലും സ്ഫുരണമായി മിന്നും പരമപ്രകാശമേ ശരണം നിത്യം. ശരണം നീ എന്നും. എന്താണ് എന്റെ വയസ്സ്? ഒരു പ്രാർത്ഥന പോലും മര്യാദക്ക് ചൊല്ലാൻ അറിയില്ല എന്ന് പറഞ്ഞ് നമ്മളെ പഞ്ചായത്തല്ലേ, എത്രയൊക്കെ മതി. ബഹുമാനപ്പെട്ട മെമ്പർമാരെ, സുഹൃത്തുക്കളെ, ഈ യോഗം അടിയന്തരമായിട്ട് നമ്മൾ വിളിച്ചതിന് ഒരു പ്രധാന ഉദ്ദേശം, അതായത് ഒരു വലിയ സന്തോഷ വാർത്ത അറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് സത്യത്തിൽ ഇത് വിളിച്ചത്. എന്താന്ന് വെച്ചാല്, ഈ മാസം ശമ്പളം കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് പഞ്ചായത്തിന്റെ കയ്യിൽ 5 പൈസ ഇല്ല. അയാൾ പറഞ്ഞു തുടങ്ങിയിട്ടില്ലല്ലോ. അതായത് നമ്മൾ മെമ്പർമാർക്കും പഞ്ചായത്ത് ജീവനക്കാർക്കും ശമ്പളം കൊടുക്കുന്നതിന് ഈ മാസം ഫണ്ടില്ല. എന്ത് വേണമെന്നുള്ളത് ആലോചിക്കണം. എല്ലാ തവണയും നിങ്ങൾ ചെയ്യണ പോലെ അങ്ങോട്ട് ചെയ്താൽ പോരെ? ഏതെങ്കിലും വകുപ്പിലെടുത്ത് അടിച്ചു മാറ്റും. അടിച്ചു മാറ്റിയതൊന്നും പറയല്ലേ. എന്നാ കട്ടെടുത്തെന്ന് പറയാം. ഇല്ല പ്രസിഡന്റ് പറഞ്ഞോ, വക മാറ്റി ചെലവഴിക്കാന്ന് പറഞ്ഞൂടെ? നിങ്ങൾക്കിത് അറിയാത്തതൊന്നും അല്ലല്ലോ. എന്റെ സാധാരണക്കാര് പറയണത് ഈ ഭാഷയാണേ പുറത്ത്. സാധാരണക്കാരുടെ ഭാഷ നിങ്ങൾ ഉപയോഗിക്കാൻ പാടില്ലാന്ന്. നിങ്ങൾ മെമ്പറല്ലേ? കാര്യങ്ങളിലേക്ക് കടക്കും നിങ്ങൾ. അല്ല, തീരുമാനം ഇപ്പോ വേറെ നമ്മൾ 2-3 വിഭാഗത്തിലേക്ക് നമ്മൾ ഫണ്ട് നീക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ അതിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് എടുത്തിട്ട് ഈ ആളുകൾക്ക് ശമ്പളം കൊടുക്കുക. നിങ്ങൾ ഏത് ഫണ്ട് ഉപയോഗിക്കാനാണ് നിങ്ങൾ ഉദ്ദേശിക്കണത്? അപ്പൊ 3-ാം വാർഡിലെ ഗവൺമെന്റ് സ്കൂളിന്റെ മെയിന്റനൻസിന് വേണ്ടിയിട്ട് കുറച്ച് ഫണ്ട് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പൊ വർഷക്കാലമായതുകൊണ്ട് ഇപ്പൊ അത് നടക്കില്ല. അപ്പൊ അതുകൊണ്ട് ആ ഫണ്ട് എടുത്തിട്ട് നമുക്ക് തൽക്കാലം ശമ്പളം കൊടുക്കാം. നടക്കില്ല തന്നെ. വിദ്യാർത്ഥികൾക്ക് ഉപകാരപ്പെടുന്ന ഒരു കാര്യവും ഇവിടെ നിന്ന് മാറ്റിവെക്കാൻ പറ്റില്ല. അത് ഞാൻ ഈ പ്രതിപക്ഷത്തിരിക്കുന്നത് നടക്കില്ല. സ്കൂള് പിന്നെ ചോർച്ച മാറ്റുന്നത് വേനൽക്കാലത്താ, മഴക്കാലത്ത് തന്നെയല്ലേ? മഴക്കാലത്ത് നമുക്കത് പൊളിക്കാൻ പറ്റില്ലല്ലോ. പൊളിക്കാൻ പറ്റില്ലെങ്കിൽ അതിന് മുമ്പ് പൊളിച്ച് നേരാക്കണ്ടായിരുന്നു. അത് ചെയ്തില്ലല്ലോ. മുമ്പുള്ള കാര്യം ഇപ്പൊ പറയണ്ട. അപ്പൊ പിന്നെ ഇപ്പുള്ള കാര്യങ്ങൾ നടത്തുക. പ്രസിഡന്റ്, ഈ വിഷയത്തിൽ നമ്മൾ പ്രതിപക്ഷത്തിന്റെ കൂടെയാണ്. അതായത് ഈ ഇപ്പറഞ്ഞ സ്കൂളിൽ 2-ാം ക്ലാസ് വരെ പഠിച്ച ആളാണ് നമ്മൾ പട്ടാളത്ത് പോയി മയ്യത്തായിനെങ്കിൽ നമ്മളെ ബോഡി പൊതുദർശനത്തിന് വെക്കേണ്ട സ്കൂളാണത്. പട്ടാളത്തിൽ പോയിട്ടോ? പട്ടാളത്തിൽ പോയിട്ടില്ല, പഠിച്ച 2-ാം ക്ലാസ് വരെ. താൻ പട്ടാളത്തിൽ പോയിട്ടോ പൊതുദർശനത്തിന് വെക്കണമെന്നുള്ളതല്ല ഇവിടുത്തെ പ്രശ്നം. ഇത് വിദ്യാർത്ഥികളുടെ കാര്യമാണ്. ആ സ്കൂളിൽ 2 കൊല്ലായി മഴ ചോർന്നിട്ട് ആ മഴയും കൊണ്ടിട്ടാണ് കുട്ടികൾ ഇരുന്ന് പഠിക്കണേ. ഞാൻ ഇത് വക മാറ്റിയിട്ട് നിങ്ങൾ വേറെ ഒന്നും ചെയ്യണ്ട. അതെ മെമ്പറെ, അതിനൊരു ഐഡിയ ഉണ്ട്. എന്തായാലും ഇതിന്റെ ബാക്കി പൈസ ഉണ്ടാവുമല്ലോ. ആ പൈസ കൊണ്ട് നമുക്ക് ആ പിള്ളേർക്കൊക്കെ കുട മേടിച്ചു കൊടുക്കാം. അവർ ആ കുടയും പിടിച്ചോണ്ടിരുന്ന് പഠിച്ചോട്ടെ, അല്ലേ? അവര് പഴയ കാലത്തുള്ള പോലെ പാളത്തൊപ്പി വെച്ച് വന്നോളൂ. അങ്ങനെ ഇരുന്ന് അവര് പഠിച്ചോളൂ. അതിന് പൈസ ഐഡിയയും കൊണ്ടുവരിക. അല്ല, അത് വേണ്ട. ശീതളേട്ടൻ പറഞ്ഞ വേണ്ട, അത് ഒഴിവാക്കാം. എന്നാ പിന്നെ 2-ാം വാർഡില് കശാപ്പുശാല ഇല്ലെന്നും പറഞ്ഞ് പോത്തും കാളയൊന്നും ഇവിടെ വന്ന് പരാതി പറയൂലല്ലോ. അതെ. കശാപ്പുശാലയുമ്പോ തൊട്ടുള്ള കളി വേണ്ട. അത് ഞാൻ അനുവദിക്കൂല. കാരണം അത് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് എന്റെ വാർഡിൽ ഞാൻ അത് അനുവദിപ്പിച്ചേക്കണം. അതുമല്ല, അത് അവിടെ നടത്തിയില്ലെങ്കിൽ അവിടുത്തെ കശാപ്പുകാരെല്ലാരും കൂടിയായി മൃഗക്കൊഴുപ്പും വേസ്റ്റും ഒക്കെ എന്റെ വീടിന്റെ മുമ്പിൽ കൊണ്ടുവന്നിട്ട് അവര് പ്രതിഷേധിക്കും. അത് മാത്രം, അവരെല്ലാ ഞായറാഴ്ച 1.5 കിലോ ഇറച്ചി വെച്ച് എന്റെ വീട്. ഇല്ല, അത് വേണം.
എന്ത് വേണമെന്ന് വേണം അല്ല കശാപ്പ് ശാല അവിടെ വേണോന്ന്. അതില്ലെങ്കിൽ ഇപ്പൊ എന്താണ് അത് കുഴപ്പം? വക മാറ്റാൻ ഞാൻ സമ്മതിക്കൂല. ഞാൻ ഇപ്പൊ തൊട്ട് ഇവിടെ നിരാഹാരം കിടക്കും. അതുമ്പോ തൊട്ടുള്ള കളി വേണ്ട. വേണ്ട എടുക്കണ്ട. അപ്പൊ നമുക്ക് ആ കശാപ്പ് ശാലയുടെ ഫണ്ട് ഭഗവാനെ അല്ല ചെലവഴിക്കാം. പ്രസിഡന്റ്, കശാപ്പ് ശാലയുടെ കാര്യത്തിൽ എനിക്ക് വേറൊരു ഐഡിയ ഉണ്ട്. വേണ്ട അത് നമുക്ക് പിന്നെ പറയാം. പിന്നെ ഇതില് അപ്പൊ പിന്നെ നമുക്ക് ചെലവഴിക്കാൻ പറ്റിയിട്ടുള്ള വേറൊരു ഫണ്ട് ഉണ്ട് സത്യത്തില്. ഏതാ ഫണ്ട്? അത് മറ്റേ ശ്മശാനത്തിന്റെ ഇതിന് വേണ്ടി മാറ്റിയിട്ടുള്ള ഒരു ഫണ്ട് ഉണ്ടല്ലോ. അപ്പൊ അതിപ്പോ തൽക്കാലം അങ്ങനെ പെട്ടെന്ന് നമുക്കൊരു ശ്മശാനത്തിന്റെ ആവശ്യമില്ല. അപ്പൊ നമുക്ക് അങ്ങനെ ചെയ്യാം. ഇതാർക്കും കുഴപ്പമില്ലേ? അതെ, എന്നാ എനിക്കൊരു കാര്യം പറയാനുണ്ടാ. 5-8 വർഷം ഞങ്ങളുടെ കഠിനാധ്വാനം കൊണ്ട് ഞങ്ങൾ ഭരണത്തിൽ ഇരിക്കുമ്പോഴാണ് ഈ സ്ഥലം മേടിച്ചിട്ടുള്ളത്. അന്ന് മുതല് ഇതിനൊരു സൗകര്യം, ഒരു ശ്മശാനത്തിനുള്ള സൗകര്യം ഉണ്ടാക്കണമെന്ന് അന്ന് മുതൽ പറയണതാണ്. ഇവിടെ ഓരോ പ്രാവശ്യം ആ ഫണ്ട് മാറ്റി ചെലവഴിക്കാന്നല്ലാതെ ഇതുവരെ പദ്ധതി കൊണ്ടുവന്നിട്ടില്ല. ഇത്തവണ അത് മാറ്റി ചെലവഴിക്കാൻ ഞാൻ സമ്മതിക്കില്ല. ശീതള, ഇത് 1 മാസത്തെ വിഷയമാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് അതിനെപ്പറ്റി ആലോചിക്കാം. ഇതൊരു മാസത്തെ വിഷയമല്ല. അപ്പൊ ഈ 1 മാസം ശമ്പളം കൊടുക്കണ്ടേ? ഇത് 5-8 വർഷമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇവിടെ ഒരു ശ്മശാനം വേണ്ടേ? അതെന്താ പറയാത്തത്? ശ്മശാനം വേണ്ടെന്ന് ആരെങ്കിലും പറഞ്ഞോ? അപ്പൊ അത് എന്താണ്? അത് പറയൂ. അല്ല സീതലാട്ട്, അതിനകത്ത് ആൾക്കാർ ഇവിടെ മയ്യത്താവുന്നുണ്ട് കൊച്ചിടായി. അതെ, നിങ്ങൾ ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ പള്ളിപ്പറമ്പുണ്ട് കൊണ്ടുപോയി വെക്കാനായിട്ട്. ഇവിടെ മറ്റുള്ള മതസ്ഥരുടെ കാര്യം കൂടി ആലോചിക്കണം. ഇനി അതും പോട്ടെ, ഒരു സെന്റ് ഭൂമി സ്വന്തമായിട്ടില്ലാത്ത ആൾക്കാരുണ്ട് ഇവിടെ. അവരൊക്കെ അവിടെ കൊണ്ടുപോകും. ഇവിടെ ഈ പഞ്ചായത്തിൽ ഒരാൾ മരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 10-40 കിലോമീറ്റർ പോയിട്ട് ശാന്തി തീരത്ത് കൊണ്ടുപോയിട്ട് വേണം ശവടക്കാനായിട്ട്. അത് എവിടെയാന്ന് വെച്ചാൽ കൊണ്ടുപോകണം. അതിനെ കൊണ്ടുപോകാലോ. സൗകര്യമുള്ളവർക്ക് ഇത് പറയാം. അത് അല്ലാത്ത പാവങ്ങൾ എന്ത് ചെയ്യും? ഒരു ഓട്ടോറിക്ഷയ്ക്ക് കാശ് കൊടുക്കാൻ പറ്റാത്ത ആൾക്കാരുണ്ട്. അത്രയും പ്രകൃതി രമണീയമായിട്ടുള്ള സ്ഥലത്ത് പാർക്ക് വേണമെന്നാണ് അവര് നമ്മളോട് ആവശ്യപ്പെട്ടത്. ഈ പ്രകൃതി രമണീയമായിട്ടുള്ള സ്ഥലത്ത് പാർക്കിൽ ഉല്ലാസമൊക്കെ കഴിഞ്ഞ് ഒരു ദിവസം ചാവും. അപ്പൊ കുഴിച്ചിടാനും കൂടി സ്ഥലം വേണം. അപ്പോഴത്തെ കാര്യം ഒരു ദിവസം കൊണ്ട് മയ്യത്താവുന്നോന്ന്. എന്റെ സുഹൃത്ത് ഇവിടെ ആരെങ്കിലും അങ്ങനെ മരണപ്പെട്ടാൽ നിങ്ങൾക്ക് അതിന് സൗകര്യം ഉണ്ടോ ഈ പഞ്ചായത്തില്? ഞാൻ ഒരു കാര്യം പറട്ടെ, ഈ പഞ്ചായത്ത് തുടങ്ങിയ മുതൽ ഇവിടെ ജനങ്ങൾ മരിക്കുന്നില്ലേ? അവരൊക്കെ കൊണ്ട് അടക്കം ചെയ്തിട്ടില്ലേ? ഇനിയിപ്പോ നിങ്ങൾ പറഞ്ഞ 40 കിലോമീറ്റർ ദൂരാണെങ്കിൽ പഞ്ചായത്ത് ചുരുങ്ങിയ കാശിന് ഇവിടുന്ന് ആംബുലൻസ് ഉണ്ട്. അതായത് പഴയ കാലത്ത് എന്താ ചെയ്തിരുന്നത് അത് തന്നെ ഇനിയും തുടരുന്നു. ഈ പഞ്ചായത്തില് ഏത് രീതിയിൽ ഭരണം കൊണ്ടുപോകണം, എങ്ങനെ ഭരിക്കണം എന്നൊക്കെ തീരുമാനിക്കാൻ ഞങ്ങൾ ഉണ്ട് ഇവിടെ. തീരുമാനിച്ചോ? ഒരു മിനിറ്റ് എഴുതണ്ട. തീരുമാനിക്കേ. ബഹുമാനപ്പെട്ട മെമ്പർമാരെ, പഞ്ചായത്ത് പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്ക് ഭരണസമിതിയുടെ തീരുമാനം ഞാൻ അറിയിക്കുകയാണ്. അതായത് വളരെ സാമ്പത്തികമായിട്ടുള്ള ഞെരുക്കം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ സന്ദർഭത്തിൽ ഈ ശ്മശാനത്തിന്റെ ഫണ്ട് എടുത്തിട്ട് നമ്മൾ ശമ്പളം കൊടുക്കാൻ വേണ്ടി തീരുമാനിക്കുന്നു. ഒപ്പം ഈ സാമ്പത്തിക വർഷം ശ്മശാനത്തെ കുറിച്ച് ഭരണസമിതി ചിന്തിക്കുന്നുമില്ല. ഈ തീരുമാനത്തിനെ പ്രതിഷേധിച്ച് ഞങ്ങൾ ഈ മീറ്റിംഗ് ബഹിഷ്കരിക്കുന്നു. 3 ആളാ പോണേ. ഭർത്താവ് കേട്ട 30 ആള് പോണ മാതിരിയാ. ഏതോ കാലത്ത് ഇപ്പൊ ചാവ കിടക്കുന്ന ആൾക്ക് ഇപ്പൊ ശ്മശാനം വേണമെന്ന് പറഞ്ഞാൽ ഇയാൾക്ക് എന്തിന്റെ വാശിയാണ്? മൂപ്പര് വിചാരം ഇവിടെ എല്ലാരും കൂടി ഒരു ദിവസം മയ്യത്താൻ പോവുകയെന്നാ. സത്യ, ഇതെന്ത് വേഷമാണ് ഇത്? കോമാളികളെ പോലെ. നിനക്ക് ഇത് ചേരൂലടാ. സത്യശീല, ഇതൊക്കെ എന്റെ നിലനിൽപ്പിന്റെ പ്രശ്നമാണ്. അതിനുവേണ്ടി ഞാൻ ഈ സെറ്റപ്പ് ഒക്കെ ഉണ്ടാക്കി വെച്ചേക്കണം. ഈ കോട്ടും വണ്ടിയൊക്കെ ഇതൊക്കെ കണ്ടാലേ ഓർത്തും ഒരു ഫ്ലാറ്റ് മേടിക്കുള്ളൂ. എടാ, ഈ ചൂട് കാലത്ത് ഇതൊക്കെ ഇട്ട് കിടക്കാൻ നിനക്ക് എന്താ പ്രാന്തുണ്ടാ? അതെ, ഞാൻ കേട്ടതൊക്കെ സത്യമാണോ? നീ എന്താ കേട്ടതെന്ന് എനിക്കറിയില്ലല്ലോ. ഞാൻ ആ ഫ്ലാറ്റ് കെട്ടാൻ പോകുന്നതിന്റെ അടുത്തായിട്ട് ശ്മശാനമോ എന്തോ കുന്തം വരാൻ പോണെന്നും അതിനെതിരെ ഒരുത്തനോട് സമരം ചെയ്യുന്നു എന്തോ ശീതളനെന്നോ? എടോ മന്മത, സമരം ചെയ്യുന്നവര് സമരം ചെയ്തോട്ടെ. അവര് സമരം ചെയ്യാതിരിക്കോ? അവിടെ ശ്മശാനം വരില്ല എന്ന് ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ? നീ പറഞ്ഞു. എന്നാലും നിനക്കറിയാമല്ലോ, നിന്നെ ഒരുത്തനെ വിശ്വസിച്ചാണ് ഞാൻ കോടികൾ മുടക്കി ഈ പ്രോജക്റ്റ് അവിടെ തുടങ്ങിയിരിക്കണം. നീ എപ്പോഴും പറയുമല്ലോ നിന്റെ പഞ്ചായത്തിന് വേണ്ടി ഞാൻ ഒന്നും ചെയ്യുന്നില്ല എന്ന്. ഒരു വികസനം ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാൻ ഇറങ്ങിയത്. അവര് സമരം ചെയ്യുന്നു എന്ന് വിചാരിച്ച് നീ ടെൻഷൻ അടിക്കേണ്ട കാര്യം എന്താണ്? നമ്മുടെ ഭരണം തീരുന്നതിന്റെ ഉള്ളിൽ നീ ഫ്ലാറ്റ് കെട്ടി തീർക്ക്, അതിനുള്ള ഏർപ്പാട് നോക്ക്. അതെ, ഞാനൊരു സംശയം ചോദിച്ചോട്ടെ. ഇപ്പൊ നിങ്ങളുടെ ഭരണം തീരുന്നതിനുള്ളിൽ ഞാൻ അവിടെ ഫ്ലാറ്റ് കെട്ടി, ആൾക്കാർ താമസമായി കഴിഞ്ഞു, അടുത്ത പുതിയ ഭരണം വന്നു, അപ്പോഴേക്കും അവരവിടെ ശ്മശാനം വേണമെന്ന് പറഞ്ഞ് വീണ്ടും സമരം ചെയ്താലോ? എടോ, നിന്റെ ഈ ഫ്ലാറ്റിനകത്ത് താമസിക്കുന്ന ആളുകൾ പാവകളൊന്നും അല്ലല്ലോ.
ആണോ? ശ്മശാനം വേണമെന്ന് പറഞ്ഞാൽ സമരം ചെയ്യുന്ന ആളുകൾക്കെതിരെ ഫ്ളാറ്റിലുള്ള കുടുംബങ്ങളെ ഇറക്കണം, സമരം ചെയ്യിക്കണം. സമരം ചെയ്യിക്കണം. എന്റെ മന്മത, ഇവിടെ ശ്മശാനം വരണം എന്ന് പറഞ്ഞ് വാദിക്കുന്ന ആളുകളോട് ഇപ്പൊ അതിന്റെ ആവശ്യമില്ല, അത് പിന്നീട് മതി എന്ന് പറഞ്ഞിട്ടുള്ള ഓരോ മുട്ടുന്യായങ്ങൾ പറഞ്ഞിട്ട് ഞാൻ മാറ്റിവെക്കുന്നത് എന്തുകൊണ്ടാണ്? നിനക്ക് അതിന്റെ തൊട്ടടുത്ത് സ്ഥലമുണ്ടെന്നും അവിടെ നിനക്ക് ഫ്ളാറ്റ് പണിയണം എന്നുള്ളത് കൊണ്ടാണ്. അത് നീ മനസ്സിലാക്കണം. എന്റെ സത്യശീല അതാണല്ലോ നമ്മൾ തമ്മിലുള്ള സുഹൃബന്ധം. ആണല്ലോ. ആ സൗഹൃദം അങ്ങനെ നിലനിൽക്കണമെങ്കിൽ നീ എനിക്ക് എന്ത് തരും? നമ്മൾ തമ്മിൽ 1 മുതൽ 10 വരെ ഒരു ബെഞ്ചിരുന്ന് പഠിച്ചത് ഇത്ര വലിയ തെറ്റാണെന്ന് ഞാൻ കരുതിയില്ല കേട്ടോ സത്യ. അല്ല ഇത് പറ. അല്ല, ഞാൻ ഇടയ്ക്ക് പാർട്ടി ഫണ്ടിലേക്ക് വേണ്ടിയിട്ടൊരു 5 ലക്ഷം തന്നിരുന്നു. അത് പാർട്ടി ഫണ്ടിലേക്കല്ലേ? എനിക്കൊന്നും കിട്ടിയില്ലല്ലോ. ഓ, അപ്പൊ നീ പാർട്ടിയും രണ്ടും വ്യത്യാസമുണ്ടല്ലേ? എന്താ നീ പ്രതീക്ഷിക്കണേ? എനിക്ക് അതിലൊരു ഫ്ലാറ്റ് വേണം. അതിലൊരു ഫ്ലാറ്റ് വേണമെന്ന്. ഫ്ലാറ്റാ? സത്യശീല, ഒരു ഫ്ലാറ്റ് എന്ന് പറഞ്ഞാൽ ഇതേ ഒരു ഫ്ലാറ്റ് അല്ല, അത് നീ കാര്യമായിട്ട് പറഞ്ഞാണോ? പിന്നല്ലേ, ഇതൊക്കെ അങ്ങനെ തമാശ പറയേണ്ട കാര്യങ്ങളാണോ? അല്ലാതെ ഇത് ഇല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ബുദ്ധിമുട്ടാണൊക്കെ വേണ്ടെന്ന്. അല്ല, അങ്ങനെയല്ല. ഇതിപ്പോ എന്താ അറിയാമോ, തരുമോ ഇല്ലയോ? ഇത് നീ എന്നെ ശ്മശാനത്തിൽ കൊണ്ടിട്ട് കുഴിച്ചിടേ. എന്നൊരു കാര്യം, ഇത് കഷ്ടമാണ്. എന്നൊരു കാര്യം, നീ ഇതൊക്കെ വിട്ടേക്ക്, ഇത് കേസൊക്കെ വിട്ടേക്ക്. അല്ല, അത് വേണ്ട, തരാം ഞാൻ. അതാണ്. അപ്പൊ ഓക്കെ, അപ്പൊ എല്ലാം പറഞ്ഞ പോലെ. എന്താ നിനക്കൊരു ഉഷാറില്ലാത്തത്? അപ്പൊ ഓക്കെ, അങ്ങനെ ഓക്കെ. എനിക്ക് 2 റീത്ത് വേണം. ഒരു നമ്മുടെ വാർഡിൽ നിന്ന് 4 പേരാണ് മൊത്തം മരിച്ചേക്കണേ. 2 സ്ഥലത്ത് ഞാൻ പോയി റീത്ത് വെച്ചിട്ടാണ് വന്നത്. അത് മനസ്സിലായി. സ്ഥലത്ത് പോകാനായിട്ട് കാശില്ല. അത് മനസ്സിലായി. മൊത്തം പൈസ എടുത്ത് കീശിയിലിട്ടു. ഇപ്പൊ 2 റീത്ത് വേണം. 400 റുപ്യ, ഒരു 200 റുപ്യ എന്നാ. 200 രൂപ? എന്താണത്, വെള്ളരിക്കപ്പെടണോ? പിന്നെ എത്ര വരും? ഞാനൊരു 50 രൂപ വരും. പോരുന്നു ഒരു 150 രൂപ. ഒന്ന് പോടാ. ഈ ഒരു 3 എടുത്തോണ്ടേ. രണ്ടെണ്ണം കൂടി എടുക്കണം. ഒരെണ്ണം കൂടി എടുക്കണം. നീ പോയ ഒരു പേപ്പർ എടുത്തോണ്ട് നിറയെ ഓഫറാ. ഓരോ പർച്ചേസിന് 4 നറുക്കെടുപ്പ്. മണ്ടോ എന്താ എല്ലാത്തിനും ഓഫർ ഉണ്ട്. എന്തെന്ന് ഓഫർ? എന്താ കണ്ടോ? ഇത് ഓഫർ അല്ലേ? ഇനിയിപ്പോ എന്താ? ഓണത്തിന് ഏട്ടാ, ഓണത്തിന് കുറച്ച് ദിവസം കൂടി ഇല്ലേ? അതിന് സാധനങ്ങൾ ഓഫർ ഉണ്ടെന്ന്. അതിൽ ഏട്ടാ, തുണിക്ക് ഓഫർ ഉണ്ടാ? തുണിയുണ്ട്. എവിടെ? ഇങ്ങോട്ട് പറക്കി. ഇതാണ്ട 50%. ഏട്ടാ, എനിക്ക് 4 സാരിയെങ്കിലും മേടിക്കണം. എനിക്ക് ഷർട്ടും വാങ്ങണം. മേടിക്കാം. എനിക്ക് 2 ഉടുപ്പ് വാങ്ങിച്ചു തരുമോ? 1 മതി. ഏട്ടാ, ഈ പലചരക്ക് സാധനമൊക്കെ നമ്മുടെ ഗോപാലേട്ടന്റെ കടയിലുണ്ടല്ലോ, അത് ഇവിടുന്ന് മേടിച്ചാൽ മതി. അവിടുന്ന് വാങ്ങാം. എവിടുന്ന്? അവിടുന്ന് വാങ്ങാം. എന്തിനാണ് അവിടുന്ന് കെട്ടി ചുമന്നോണ്ട് വരണേ ഇങ്ങോട്ട്? ഇതേ പകുതി വിലയുള്ളൂ അവിടെ. അല്ലേട്ടാ, എനിക്ക് മനസ്സിലാത്ത എന്താന്നറിയോ, ഇത്രയും വിലയുള്ള സാധനമൊക്കെ ഇവരെന്തിനാ ഈ പകുതി വിലക്ക് കൊടുക്കണേ? ഇത് ഓണല്ലേ, ഓണത്തിനെല്ലാം ഫ്രീ കൊടുക്കുക. എന്തായാലും നമുക്ക് 2 ദിവസം കഴിഞ്ഞ് പോയി മേടിക്കല്ല. 2 ദിവസം കഴിഞ്ഞിട്ട് പോണ്ട, ഇപ്പൊ പോവാ. ഇപ്പൊ എങ്ങനെ പോണേ? ഇപ്പൊ പോണം. പണി തീർന്നിട്ടില്ലെന്ന്. ഇപ്പൊ പോയില്ലെങ്കിലേ നല്ല സാധനങ്ങളൊക്കെ ആളുകൾ എടുത്തോണ്ട് പോകും. അത് ശരിയാ, തുണിയൊക്കെ തിരിവായി പോവും. പണി തീർക്കണല്ലോ ഏട്ടാ. വേഗം തീർത്തോ. പോവല്ലേ ഇപ്പൊ തന്നെ? ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ മതി. അതിനുള്ളിൽ പോവാ. പുട്ടുപൊടി ഉണ്ട്, പുട്ടുപൊടി. പുട്ടുപൊടി ഉണ്ട് ഏട്ടാ. ഇതിൽ ഏതൊക്കെയാ ഓഫർ ഉള്ളത്? നോക്കിയെടുക്കണം. എന്നാ നോക്കി പറഞ്ഞാ ഞാൻ അതെടുക്കാം. പരിപ്പുണ്ട്, പരിപ്പ്. ഇതിന് ഓഫർ ഉണ്ടോ? ഓഫർ ഉണ്ടോ? ഓഫർ ഉണ്ടോന്ന്? എവിടെ? ഉണ്ടാവും, നോക്ക് ഏട്ടാ. ഇങ്ങോട്ട് നോക്കിയേ. ഓഫർ ഉള്ളത് മാത്രം ഇവിടുന്ന് എടുക്കാം, ബാക്കി അവിടുന്ന്. നമ്മുടെ ഈ ഓഫറുള്ള സാധനങ്ങള്
ഇതൊക്കെ ഓഫറുള്ള സാധനങ്ങളാണ്. എന്താ ഓഫർ? എന്താ? 50% ഓഫർ ഉണ്ട് മുഴുവൻ. ഇതിപ്പോ ഈ റാക്കിലിരിക്കുന്ന എല്ലാ സാധനങ്ങൾക്കും 50% ഓഫറാണ്. എടുത്തോളി, ആവശ്യമില്ല എടുത്തോളി. ഇതിപ്പോ ഈ 2 ദിവസം കഴിഞ്ഞാൽ പിന്നെ ഓഫർ ഇല്ല. അച്ഛന്റെ ഷർട്ടിന്റെ നിറവും ഇതിന്റെ നിറവും ഒരേപോലെ. കുട്ടിയെ കണ്ടുപിടിച്ച് ആ അമ്മയുടെ സാരിയുടെ കളറുള്ള കാപ്പിപ്പൊടി ഉണ്ട് ഇവിടെ, എടുത്തോളം പറയും. ആള് പിടിക്കാൻ വന്നില്ലേ? എത്രയല്ല പഠിക്കണേ? ഇനി വേറെ ഓഫർ? വേറെ ഓഫറുള്ള സാധനങ്ങളുണ്ട്. അപ്പുറത്ത് പേസ്ട്രിയും സോപ്പിനൊക്കെ നല്ല ഓഫറാണ്. അങ്ങോട്ട് വലിയ അല്ല, അതെ, ഇതില് എക്സ്പയറി ഡേറ്റിന് ഇനിയിപ്പം 5-6 ദിവസമല്ലേ ഉള്ളൂ. ഏതിന്റെ ഏത് എക്സ്പയറി ഡേറ്റേ അത് ചീത്തയാവില്ലേ? ശരി, അല്ല അത് കുഴപ്പമില്ല. ഇതിപ്പോ എന്താ വെച്ചാ, ഇതിപ്പോ നമ്മളിപ്പോ എന്താ വെച്ചാ ഓണത്തിന് നമ്മൾ എന്തായാലും ഇത്തിരി അധികം സാധനങ്ങൾ ഉപയോഗിക്കുമല്ലോ. അപ്പൊ അത് 2 ദിവസം കൊണ്ട് തന്നെ തീരുന്ന സാധനങ്ങളാണ്. അപ്പൊ ആ എക്സ്പയറി ചെയ്ത് കഴിഞ്ഞിട്ട് മുമ്പ് നമുക്ക് ഉപയോഗിച്ച് തീർക്കാം. ഈ ചീത്തയായ സാധനമാണോ നിങ്ങൾ ഈ ഓഫറിലിട്ട് വെച്ചേക്കണേ? ഇതിപ്പോ നമ്മള് ഇത് എക്സ്പീരിയൻസ് ഡേറ്റ് ആയിട്ടില്ല. അപ്പൊ അതിന് മുമ്പ് നമ്മൾ ഉപയോഗിച്ച് തീർക്കും. പിന്നെ മാത്രല്ല ഇതിന് CFL ലാമ്പ് ഫ്രീ ഉണ്ട്. ഒരു CFL ലാമ്പ് ഉണ്ട്. നമ്മള് എക്സ്പീരിയൻസ് ഡേറ്റ് അടുക്കാറായിട്ടുള്ള സാധനങ്ങൾ കൊടുക്കുമ്പോ ആ CFL ലാമ്പ് അതിന്റെ കൂടെ കൊടുക്കും. ലാമ്പ് കത്തോ? ഇനിയിപ്പോ ഇതല്ലാതെ വേറെ ഓഫർ ഉണ്ടെന്ന് പറഞ്ഞല്ലോ. ഒരുപാട് സാധനങ്ങൾക്ക് ഓഫർ ഉണ്ട്. ഓണല്ലേ സാറേ? ഇഷ്ടം പോലെ സാധനം അപ്പുറത്തിരിക്കുന്നുണ്ട്. സാറ് വരും കാണിച്ചാലേ ഞാൻ. മാഡം തോളിട്ടോ സാറ് പോയോ? അപ്പുറത്ത് കാണിച്ചാലാ. അവിടെ കുറെ സാധനങ്ങളുണ്ട്. നീ എടുത്തോ, ഞാൻ നോക്കിട്ട് വരാം. മാഡം തോളിട്ടോ. പ്യാരി, അതെ സാറിന് കുറച്ച് 50% കിഴിവുള്ള സാധനങ്ങളൊന്ന് കാണിച്ചു കേട്ടോ. നമ്മുടെ ടോയ്ലറ്റ് ഐറ്റംസ് കേട്ടോ, കോസ്മെറ്റിക്സ് സാധനങ്ങളൊക്കെ കാണിച്ചു. ചേച്ചിയൊക്കെ ഫാമിലി ആയിട്ട് വന്നേക്കാം. സാറിന് കാണിച്ചു തരും കേട്ടോ. എന്താ വേണ്ട സാറിന്? നോക്കാം എന്തൊക്കെയാണ് കിഴിവുള്ളൊക്കെ കാണിച്ചു കൊടുത്തോ. ആവശ്യം വിളിച്ചോളൂ. അല്ല സാർ, ഇത് 1+1 ഓഫറാണ്. ഒരെണ്ണം എടുത്ത് ഒരെണ്ണം ഫ്രീ ആണ്. ഒരെണ്ണം എടുത്ത് ഒരെണ്ണം ഫ്രീ ആണ്. 1+1 ഓഫർ. ഇതൊന്നും വെക്കാല്ല. പിന്നെ ഇത് 40% ഡിസ്കൗണ്ട് ഉണ്ട്. പിന്നെ കിച്ചന്റെ സാധനങ്ങൾ, കിച്ചൺ സാധനങ്ങള് എല്ലാം ഓഫർ ഉണ്ട്. 50-50 എല്ലാം ഉണ്ട്. വേറെ കോസ്മെറ്റിക്സ് നോക്കണം. കോസ്മെറ്റിക്സ് അതായത് മുഖത്ത് വരാനുള്ള മറ്റേ സ്കിന്നില് വെളുക്കാനുള്ളത് ഇവിടെ നോക്കിത്തരാം. ഇത് നല്ല ഐറ്റമാണ് സാർ. ഇത് ഡിസ്കൗണ്ട് ഉണ്ട്. നല്ല ഐറ്റമാണ് അത്. അപ്പൊ അത് ബദാം മിൽക്കും കൂടി ചേർത്തിട്ടുള്ള ഒരു ലോഷനാണത്. ഡിസ്കൗണ്ടും ഉണ്ട്. പുതിയ കമ്പനിയാണത്. എടുക്കാല്ലേ അത്? എല്ലാം എടുക്കട്ടെ സാറേ? വേണോന്നാ വേണ്ടെന്നാ? എന്താ അവിടെ ഉണ്ടോ? കാണിക്കാം സാർ. സാറ് കാണിക്കാം. അപ്പുറത്തൊക്കെ ഉണ്ട് സാർ. എല്ലാം കാണിച്ചു. എല്ലാത്തിനും ഓഫർ ഉണ്ടല്ലോ. എല്ലാ ഓഫർ ഉണ്ട്. അതിപ്പോ നമ്മള് ഓണല്ലേ, അപ്പൊ ആൾക്കാരങ്ങനെ ആഘോഷിക്കട്ടെ. 50% എല്ലാത്തിനും ഇട്ട് കൊടുത്തേക്കാണ്. ഇഷ്ടപ്പെട്ടില്ലേ സാധനങ്ങളൊക്കെ? അവിടെ ഉണ്ട്. എല്ലാം ഉണ്ട് അവിടെ. വിളിക്കട്ടെ. ശരി. എന്ത് പറഞ്ഞാലും വണ്ടി തള്ളണ പോലെ ഞാൻ ഒരു പാവം മനുഷ്യരോ സുഖാണ് പറ്റിക്കായി. ഹംഗിലൊക്കെ ഞാൻ ജോലി വന്നു ഇതൊക്കെ കാണിച്ചത് എല്ലാം വെച്ചോന്ന് പറഞ്ഞു. മൂപ്പരൊരു ഭാര്യ ഉണ്ട്. എന്റെ മോനല്ല ചങ്ങായി കണ്ടോക്ക്. എന്ത് മൂപ്പര് വന്നില്ല ആദ്യത്തെ പാക്കറ്റ് എടുത്തിട്ട് എന്നോട് ഇതിന്റെ എക്സ്പീരിയൻസ് ഡേറ്റ് ആയില്ലോ എന്ന് പറഞ്ഞിട്ട് എന്നോട് അമ്മ എന്റെ ഉള്ളിൽ കൂടെ ഒരു കാളല് കണ്ടുപിടിച്ചവര്. ഞാൻ പറഞ്ഞ അപ്പൊ അത് കാരണമാണ് നിങ്ങൾ ഇതിന് ഓഫറിന് കൊടുക്കണില്ലേ വെച്ചിനോട്. അതെ ഞാൻ പറഞ്ഞു അതല്ല വേണം ദോ ഓണായിട്ടാണ് അങ്ങനെ പറഞ്ഞല്ലേ പറഞ്ഞു. ഞാൻ അപ്പൊ തന്നെ നാക്കില് ഗുളി കുളിച്ച് ഞാൻ എവിടുന്നൊക്കെ അത് വന്നു അറിയില്ല. അതിന് CFL ലാമ്പ് ഓഫർ ഉണ്ട് മാഡം എന്ന് പറഞ്ഞു. അതില് വീണ് ഈ കാറിന്നൊരു കുറെ നേരം ആയല്ലോ. ഫ്രണ്ടിൽ നിന്ന് എടുത്ത് ബാക്കിലോട്ട് ഇടണ്, വീണ്ടും അതിനടുത്ത് ബാക്കിൽ നിന്ന് ഫ്രണ്ടിലോട്ട് ഇടണ്. അതൊക്കെ എന്തെങ്കിലും എടുത്ത് കൊടുക്കുണ്ണി. മുതലാളി നമ്മ 200 രൂപയ്ക്ക് വിറ്റോണ്ടിരിക്കുന്ന ബനിയനുണ്ടല്ലോ, നമ്മ ഇപ്പൊ 600 രൂപയ്ക്കല്ലേ വെക്കുന്ന സ്റ്റിക്കർ ഒട്ടിച്ചിട്ട്. അത് നമ്മൾ 50% ഡിസ്കൗണ്ടിലാണ് വിൽക്കണത്. അതെ. അപ്പൊ അങ്ങനെ 200 രൂപ വിറ്റോണ്ടിരിക്കുന്നത്. അത് 600 ഉള്ളതിന്റെ ഡിസ്കൗണ്ട് 50% ഡിസ്കൗണ്ട് ആകുമ്പോൾ 300 രൂപയാവും.
എന്റെ വില. അപ്പൊ അതിനമ്മ 100 അധികം കിട്ടും. ഈ പിന്നെ ഇത് ലാഭമില്ലാതെ കച്ചവടം ചെയ്യാൻ പറ്റുമോ? മുതലാളി ഇന്നലെ അബദ്ധം പറ്റിപ്പോയി. എന്തേ? നമ്മ ഇന്നലെ വിറ്റ സാധനം ഉണ്ട് ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞിട്ടേ, അതിന്റെ നമ്മ ഒട്ടിക്കേണ്ട സ്റ്റിക്കർ മറന്നുപോയി ഒട്ടിക്കാൻ. പഴയ സ്റ്റിക്കർ ഇളക്കില്ല? ഇല്ല, ഇളക്കിട്ട. നിന്റെ ഇനി ഞാൻ പോയി ഒട്ടിക്കണം. നീ ഒട്ടിക്കണ്ട, നിന്റെ ഞാൻ ഇവിടെ ഒട്ടിക്കും. വർഷമായി ഇവിടെ പണിക്ക് നിൽക്കണം. ഇതുവരെ കഴിഞ്ഞ ഓണത്തിന് ഇതൊക്കെ ചെയ്തതല്ലേ? ഇതേട്ടാ എടുത്തോ. ഇതേ സെലക്ഷനിലും അത് നല്ല സെലക്ഷൻ ആണ്. ചേട്ടൻ നന്നായിട്ട് ചേരുമല്ലോ. നല്ല കളക്ഷൻസ് ഒന്നും ഇല്ല. ഇതെല്ലാം വയസ്സും മാറിയിട്ടുണ്ടല്ലേ, എനിക്ക് വേണ്ട. മുടിയിൽ കറുപ്പും തേച്ച് മീശയിലും കറുപ്പും തേച്ച് ഇങ്ങ് ഇറങ്ങും. ഇനിയിപ്പോ വയസ്സന്മാരൊക്കെ പിന്നെ ഇനി എന്തോ പറയും? ആ മോളെ, നല്ല മെറ്റീരിയൽസ് ഉണ്ട്. എന്താണ് ഏതാ ഷർട്ട്? ഏതാ മോക്ക്? ആർക്ക് വേണം? ഡ്രസ് എല്ലാവർക്കും എടുക്കാം. എല്ലാവർക്കും നല്ല ഡിസ്കൗണ്ട് ഉണ്ട് കേട്ടോ. ഞങ്ങള് നല്ല ഓഫർ വെച്ചിട്ടുണ്ട്. നമുക്ക് ചേച്ചിക്ക് നല്ല മെറ്റീരിയൽ ഉണ്ട് ചുരിദാറിന്റെ. അല്ലല്ല, എനിക്ക് സാരിയാ വേണ്ടത്. 2 ചുരിദാർ മെറ്റീരിയൽ എടുത്തു കഴിഞ്ഞാൽ ഒരു സാരി ഫ്രീ ഉണ്ട്. 2 മെറ്റീരിയൽ എടുത്തു കഴിഞ്ഞാൽ ഒരു ഇത് സാരി ഫ്രീ ഉണ്ട്. അതെടുത്തൂടെ? എന്താണ്? അത് മതി. ഞാൻ ചുരിദാർ ഇടാറില്ലല്ലോ. ഓഫറുള്ളതല്ലേ? ഓഫറില്ല, ഏട്ടൻ പറഞ്ഞില്ല എടുക്കാനേ. ഷർട്ട് നോക്കാം. ഷർട്ട് നോക്കാം. ഷർട്ട് നോക്കണം. ഇനി ഇതൊരു അടിക്ക് കഴിഞ്ഞില്ലേ ഇത്? അതെ, സാധനം നല്ല കസവും മുണ്ടുണ്ട്. നല്ല ഡിസ്കൗണ്ടിലുണ്ട്. 900-ന്റെ സാധനം നേർ പകുതിക്ക് നമ്മൾ കൊടുക്കുന്നുണ്ട്. 300 രൂപയ്ക്ക് 300. 900-ന്റെ പകുതി 300. അതെ, ഇവൻ ബംഗാളിയാണ്. ഇതിന് കണക്കൊന്നും വശമില്ല. അതെ, അതേ സംസാരിക്കണ്ട. ഈ ചേച്ചിക്കും കുട്ടിക്കും വേണ്ട ഡ്രസ്സ് എടുത്തു കൊടുക്ക്. അത് കാണിക്ക്. വിലയൊക്കെ ഞാൻ വന്നിട്ട് പറഞ്ഞോളാം. നോക്ക് ചേച്ചി. അതെ, ചേട്ടന് പറ്റിയൊരു ഷർട്ട്. ഇത് 1000-ന്റെ സാധനമാണ്. നേർ പകുതി 50% ഡിസ്കൗണ്ട് 500 രൂപയ്ക്ക്. ഇതങ്ങ് എടുത്താലാ? ബ്ലാക്ക് ജീൻസ് ഉണ്ടോ? ബ്ലാക്ക് കറുത്ത ജീൻസ് ഉണ്ടോ? ജീൻസ് ഇല്ല. ഒരു ജീൻസ് കൂടെ നമുക്ക് എടുക്കാം. ജീൻസ് 1500-ന്റെ നേർ പകുതി 750 രൂപയ്ക്ക് കൊടുക്കുന്നുണ്ട്. ജീൻസ് എടുത്ത് ഇത് എടുക്കാം, ഇത് എടുക്കാം. ഇത് രണ്ടും ആയാലോ? ഇത് എടുക്കട്ടെ? പിന്നെന്താണ്? മുണ്ടെടുക്കട്ടെ? എന്തെടുക്കട്ടെ? ഏതെടുക്കട്ടെ? ഇത് ഇതെല്ലാം ഡിസ്കൗണ്ട്. ഏതാ? ഇതെടുത്തോ? ഇതോ? ഇത് കൊള്ളാം. ഇത് നല്ലതാ. ഇത് ചേരും കേട്ടോ. ഇത് പൊളിക്കും. ഇത് ഈ കളറോ? ആയാലോ? ഈ ലൈറ്റ് ഷെയ്ഡ്, ഇത് ഈ ഗ്രീൻ ഇതായാലോ? ഇത് ചൈനീസ് നെക്കിന്റെ ഒരെണ്ണം. ഏതാണ്? കണ്ടതൊന്നും എടുക്കല്ലേ മര്യാദ. ആ ഷർട്ട് വേണ്ട ചേച്ചി. ഇതൊക്കെ ഡിസ്കൗണ്ടിൽ എപ്പോഴൊന്നും ഇതുപോലെ കിട്ടില്ല. ഇതെടുത്ത് ഒരു ഷർട്ട് കൂടെ എടുക്കട്ടെ? ഒരെണ്ണം കൂടെ എടുക്കാം. വേണ്ട, ഇത് വേണ്ട, വേറെ ചേച്ചി. ഇത് ചേട്ടാ ഇഷ്ടപ്പെട്ടെടുത്താണ്. എന്തെന്നാണ് ഏട്ടാ ഇത്? നല്ലതാ. ശരി, കൊച്ചങ്ങടിയല്ലേ? കൊച്ചെടുത്തേക്കല്ലേ? മോക്കളെ എടുക്കേ. വാങ്ങി വാങ്ങുവാ. ഉണ്ണി അത് എടുത്തു കൊടുക്കണേ. ഇത് എടുക്കാം ചേച്ചി. ഇത് കുഴപ്പമില്ലല്ലോ. അത് മതി. പിള്ളേരിടുന്നതല്ലേ ഇത് കൊച്ചു പയ്യനല്ലേ ഇത്? ഇത് 3. ഒന്നും എടുക്കണ്ട, നല്ലത് നോക്കി എടുത്താൽ മതി. ഫൈനലൈസ് ചെയ്യണം, ഞാൻ വന്നിട്ട് മതി. ഇത് 1200-ന്റെ ആണ്. 1200-ന്റെ ആണ്. 600 രൂപയുള്ളൂ. 2 എടുക്കാല്ലോ. ഉത്രാടത്തിനും തിരുവോണത്തിനും കൊടുക്കണ്ടേ? എല്ലാം എടുക്കരുത്. ഇല്ല, സാരി നോക്ക്. ഇത് 2 എടുക്കാം. ഇത് വേണ്ട. ഇത് നല്ലതാണ് കേട്ടാ. ചേട്ടാ, ഇത് ഡിസൈൻ ഇത് വേറെയാണ്. ഇത് എംബ്രോയിഡറി. ഇത് പറഞ്ഞത് നമ്മുടെ ഹൈദരാബാദിയാണ്. ഹൈദരാബാദി ഇതാണ് ഈ ഡിസൈൻ. ഇതങ്ങനെ വരില്ല. ഇത് നമ്മുടെ കേരള. 2 മാറി കൊടുക്കാമല്ലോ. ഒന്ന് ഉത്രാടം, ഒന്ന് തിരുവോണം. ഇത് എല്ലാം കൂടെ എടുക്കുമ്പോ വേറെ ഫ്രീ ഉണ്ടോ? അത് ഈ വർഷം അല്ല, അടുത്ത വർഷം നമുക്ക് അതിനെ കുറിച്ച് ആലോചിക്കാം. അടുത്ത വർഷം ഫ്രീ തരാം. ഞാൻ വൈഫിന്റെ അടുത്ത് പോട്ടെ. നോക്കാം, ഞാൻ വരാം. അങ്ങോട്ട് വരാം. ബില്ലിടാൻ ഞാൻ വന്നിട്ട് ബില്ലിടൂ. ഞാൻ പാക്ക് ചെയ്യാം. എവിടെയോ ഒരു 10% എന്തോ ഒരു കുഴപ്പമുണ്ട്. എല്ലാം പാക്ക് ചെയ്തല്ലോ. 8,990 ബാലൻസ്. എന്തെങ്കിലും ഒന്ന് കുറയ്ക്കുന്നേ. എന്റെ ദൈവമേ, ഇതിപ്പോ ഞങ്ങൾ 50% ഡിസ്കൗണ്ടിൽ പോയി അതിന്റെയാണ് ബാക്കി വന്നേക്കണേ. പത്രത്തില് ഡിസ്കൗണ്ട് ഉണ്ടെന്നും പറഞ്ഞ ഏട്ടൻ ഞങ്ങൾ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നേ. അതിനെന്താ? അതുകൊണ്ട് നല്ല സാധനം സെലക്ട് ചെയ്യാൻ പറ്റിയില്ലേ? ഇതിപ്പോ നാളെ ആയി കഴിഞ്ഞാൽ ഇതെല്ലാം ആൾക്കാർ കൊണ്ടുപോകൂടെ? പിന്നെ അതെ, അതൊക്കെ ശരിയാണ്. എന്തെങ്കിലും ഒന്ന് കുറക്കി. ഈ ചേച്ചിയുടെ കാര്യം, ചേച്ചി ആള് ഭയങ്കര വിളിക്കതേ. ഇനി കുറച്ചില്ലാന്ന് പറയരുത്. 10 രൂപയുടെ കുറച്ചിട്ടുണ്ട്.
ഇത്രയും സാധനം മേടിച്ചിട്ട് ഗിഫ്റ്റ് ബോക്സ് ഒന്നും ഇല്ലേ? ചേച്ചി ഇതൊക്കെ കവറിലിട്ട ഈ കവറിനൊക്കെ വിലയുള്ളതാണ്. അല്ല, സാധാരണ ഓരോ ബൗളൊക്കെ തരാറുണ്ട്. ബൗള് തരും. ഒരു കാര്യം ചെയ്യ് ചേച്ചി, ഇതേ ക്ലിപ്പ് തലയിലിടാനുള്ള ക്ലിപ്പ് ഫ്രീ ആണ്. ക്ലിപ്പ് മാത്രം പോലെ എന്തെങ്കിലും കൂടി തരാം. ഇതാ സ്റ്റാഫിന്റെ സന്തോഷമാണ്. ആയിക്കോട്ടെ. നല്ല നല്ല കുപ്പായത് മുതലാളിന്റെ കുപ്പായത് 5 കൊല്ലായി ഇടുന്നു. ഇപ്പൊ 2 കൊല്ലായി ഞാനും ഇടുന്നു. ശരി ട്ടാ. കേട്ടാ ഡിസ്കൗണ്ട് ഒക്കെ എപ്പോഴും ഉണ്ടാവും. പാവല്ല മുതലാളി, നല്ല ആൾക്കാരാ. എന്തൊരു മനുഷ്യൻ. പിന്നെ അവസാനം നീ ഒരു പേഴ്സ് എടുത്ത് കൊടുത്തില്ലേ, അതിന് 100 രൂപയുടെ വില നിന്റെ ശമ്പളത്തിൽ നിന്ന് ഞാനത് കുറയ്ക്കും കേട്ടോ. നീ അത്രയ്ക്ക് അങ്ങോട്ട് കസ്റ്റമറെ സ്നേഹിക്കണ്ട. മുതലാളി കൊറേ സാധനം എടുത്തല്ലേ. ഇതാണ് ബിസിനസിന്റെ രീതി. ഇപ്പൊ നമ്മള് 8,990 രൂപയ്ക്ക് സാധനം കൊടുത്തു. എന്റെ യഥാർത്ഥ വില എത്ര? 5000 രൂപ ആയിട്ടുള്ളൂ. അയ്യോ ചിരിച്ചോണ്ട് കിടക്കണം. പോയതൊക്കെ കൂടെ മടക്കി വെക്കിനി. ഒരു വർഷം വെച്ച് എത്രയോ പ്രാവശ്യം പൊടിയടിച്ച സാധനങ്ങളാ. ഡ്രസ് ലാഭത്തിൽ കിട്ടില്ലേ? ഇനി നമുക്ക് പച്ചക്കറി കൂടി വാങ്ങണം. പച്ചക്കറിയാ? പച്ചക്കറി എവിടെ വാങ്ങാം? പച്ചക്കറിയൊക്കെ ചീത്തായി പോവില്ലേ? ഇപ്പഴേ കൊറേ മേടിച്ചു വെച്ചാല് ഫ്രിഡ്ജിൽ വെക്കാലോ? ഫ്രിഡ്ജിൽ വെക്കാനാ? എന്നാ പിന്നെ ഫ്രിഡ്ജിൽ വെക്കാം. പിന്നെ പൂവും വാങ്ങാല്ലേ? പൂ എന്തിനാ എപ്പോഴേ മേടിക്കണേ? അത് പൂ വാങ്ങാൻ ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. അതാണ്ട് ഫ്രിഡ്ജിൽ സ്ഥലം ഉണ്ടാവോ? സ്ഥലമുണ്ട്. ഈ പച്ചക്കറി പൂവൊക്കെ കൂടി നേരത്തെ വെക്കാൻ വേണ്ടി ഫ്രിഡ്ജിൽ ഇടുന്ന സ്ഥലം. അത് കുഴപ്പമില്ല ഏട്ടാ. പൂ വേണ്ട ഇപ്പൊ. പൂ വാങ്ങാം. പൂ വാങ്ങാം. എന്ത്? ഇല്ല കപ്പിയില്ല, കിട്ടില്ല. വാ 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 വാ. സുമസേട്ടോ, അതൊന്നും തിന്നല്ലേ പണ്ടാറ, ചത്തുപോവും. അവിടെ അത് വിഷടിച്ചു വരുന്നതാണ്. പറഞ്ഞു കേക്ക്. നോക്കി നിക്കല്ലേ, ആൾക്കാർ ഇപ്പൊ വരും. ഓണാണ് വരുന്നത്. ഇപ്പോഴാണ് 10 കാശ് ഉണ്ടാക്കാൻ പറ്റൂ. കണ്ടോ, ഈ വണ്ടയ്ക്ക് അങ്ങോട്ട് മാറ്റി വെക്കും. വീട്ടിൽ കൊണ്ടുപോകാനാ എന്റെ സുമേഷേട്ടാ. അത് നാടൻ പച്ചക്കറി, ജൈവ പച്ചക്കറി ആണെന്നും പറഞ്ഞിട്ട് വേറെ കൊടുക്കാനാണ്. ഒന്നും അറിയില്ല, അങ്ങോട്ട് മാറ്റി വെക്കി. പിന്നെ പയറുണ്ടല്ലോ, അതൊന്നും കുറച്ചെടുത്തിട്ട് കെട്ടുകെട്ടായിട്ട് മാറ്റി വെക്കണം. ആ പാവയ്ക്കുണ്ടല്ലോ, അതൊന്നും പച്ച കളറിൽ ഈ നീളുള്ളതൊക്കെ മാറ്റി വെക്കണം. പിന്നെ തണ്ട ഇതൊക്കെ വാട്ടം വന്നു തുടങ്ങി. എവിടെ ആ മരുന്ന്? അവിടെ അതൊക്കെ എടുത്തൊന്ന് അടിച്ചു കൊടുക്ക്. അല്ല, ഇതിപ്പോ അവിടെ അടിക്കണം. തമിഴ്നാട്ടിൽ നിന്ന് അടിച്ചിട്ടല്ലേ വന്നത്. അവിടെ നിന്ന് അടിച്ചത് നമ്മൾ നോക്കണ്ട. നമ്മുടെ കടയിൽ ആൾക്കാർ വരുമ്പോ ഇത് എപ്പോഴും ഫ്രഷ് ആയിട്ടിരിക്കണം. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ അടിച്ചു കൊടുക്കണം. അങ്ങനെ അടിക്കല്ലേ, പറയുമ്പോഴേക്കും അങ്ങനെ അടിക്കാം. ആൾക്കാർ കണ്ട കുഴപ്പമാണ്. ഇടുതാ അപ്പുള്ള കാലത്ത് നിൽക്കണോണ്ടാണ് എനിക്ക് തലവേദന. എന്തായാലും പറഞ്ഞങ്ങോട്ട് ചെയ്യാം. നോക്കി നിൽക്കണ്ട. ആപ്പിളിലൊക്കെ സ്റ്റിക്കർ ഒട്ടിക്ക്. അതെന്തിനാ? ചേട്ടാ. സാറേ, എല്ലാരും കൂടി പർച്ചേസ് ചെയ്യാൻ ഇറങ്ങിയതാണ്. നമുക്ക് സാധനങ്ങൾ വേണം. പച്ചക്കറി. സുമേഷേട്ടാ, എന്തോ സാറിന് വേണ്ടതൊക്കെ എടുത്തു കൊടുക്ക്. ഇതിൽ ഏതൊക്കെയാ ഓഫർ ഉള്ളത്? ഓഫറാ? അതെന്താണ്? ഓണത്തിന്റെ ഓഫർ. അല്ല, ഇവിടെ അങ്ങനെ ഓഫറൊന്നുമില്ല. പക്ഷെ ഇവിടെ ജൈവ പച്ചക്കറി കിട്ടും. ഇങ്ങോട്ട് നോക്കേ. വെറുതെ കെട്ടി ചുമക്കണ്ട. ഗോപാലേട്ടന്റെ കടയിൽ വരും ഇതൊക്കെ. അല്ല, അവിടെ ഈ പിന്നെ വിഷടിച്ചാണ്. അതാണ് വിഷടിച്ചാ കിട്ടുള്ളൂ. നമുക്കിത് ഇത് ജൈവല്ലേ? എന്ത് ജൈവം? ജൈവ പച്ചക്കറി, മരുന്നടിക്കാത്തത്. അത് അവിടെ വരുമെന്ന്. ഞങ്ങളെ അവിടെയൊക്കെ വരണത് പൊള്ളാച്ചിന്ന് വരണതാണ്. തമിഴ്നാട്ടിലെ പച്ചക്കറി ബസ് അടിച്ചത്. അപ്പൊ അവിടെ പയറിന് 70 ഉറുപ്പ്യാണ്. ഞാൻ അത് വേണമെങ്കിൽ അതേ പയറാണ് 60 ഉറുപ്പ്യക്ക് തരാം. പക്ഷെ അകത്തുള്ളതേ ജൈവ പയറാണ്. കെട്ടുകെട്ടാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പൊ ഇവിടുന്ന് എടുത്ത് വെച്ചിട്ടുള്ളൂ. അതിനോട് വന്നപ്പോ കെട്ടി വെച്ചിട്ടുള്ളൂ. നിങ്ങൾ മിണ്ടാണ്ടിരിക്കും. അതിനൊരു 80 ഉറുപ്പ്യ വരും. 10 ഉറുപ്പ്യ കൂടിയാലും ജൈവ പച്ചക്കറി തിന്നാലോ. പിന്നെ നോക്കി നിങ്ങള് ജൈവ വെണ്ടക്ക. ഇതല്ല, ഇത് നിങ്ങളുടെ അവിടെ വരണ പോലത്തത് നാടൻ വെണ്ടക്ക ജൈവ അകത്തുണ്ട്. പിന്നെ അതേമാതിരി ജൈവ വഴുതനങ്ങ, ജൈവ പാവയ്ക്ക, ജൈവ ബീൻസ്. ജൈവ ബീൻസാ? അല്ല, മറ്റേ ദൈവത്തിന്റെ ജീൻസ്. അല്ല, ബീൻസ്. ദൈവത്തിന്റെ ബീൻസ്. വന്നപ്പോ അങ്ങനെ പറഞ്ഞു പോയതാ നിങ്ങളെ. ഇങ്ങനെ എല്ലാം ഉണ്ട്. വേണമെങ്കിൽ അകത്ത് പോയി എടുക്കാം. വേണോ? വാങ്ങണോ? വാങ്ങിക്കോളൂ, നല്ലതാണ്. സുമേഷേട്ടാ, അത് എടുത്തു കൊടുക്കും. അല്ലെങ്കിൽ വേണ്ട, ഞാനും വരാം.